ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫുഫു ആണ്. ഇത് കണ്ടില്ലേ, ആഫ്രിക്കക്കാരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ് ഫുഫു എന്ന് പറയുന്നത്. അവർ കിഴങ്ങ് വെച്ചിട്ടും അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ടൊക്കെയാണ് ഈ ഒരു ഡിഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ കൊള്ളി കപ്പ എന്ന് പറയുന്ന കിഴങ്ങില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കിഴങ്ങ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കുന്നത് വേറൊന്നിനല്ല, അവസാനം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആഫ്രിക്കക്കാർ കൂടുതലായിട്ടും കിഴങ്ങിൻ്റെ പൊടി യൂസ് ചെയ്തിട്ടാണ് അവർ തയ്യാറാക്കുന്നത്. വീഡിയോയിലൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. ഇവരുടെ ഈ ഡിഷ് കാണുമ്പോൾ തുടങ്ങി ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇതൊരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഫുഫു ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ഞാനും ഫുഫു ഉണ്ടാക്കാൻ പോവാണ്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത കൊള്ളിക്കിഴങ്ങിനെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി ഇത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം സമയം ഇട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിത്തെ എല്ലാം ഞാൻ ഇട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കാരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അവരൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ കൊതിയാവുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാനും തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഡിഷിൽ അങ്ങനെ ഉപ്പ് ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഇത് നല്ല ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പരുവത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വിടാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഏകദേശം നമ്മുടെ എന്താ പറയുക, പാലപ്പത്തിനോ മറ്റ് അപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുറുക്ക് തയ്യാറാക്കില്ലേ, അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കണം നമ്മളിത്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ 1 കിലോ കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. കൂട്ടുകാരെ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ 1 കിലോ ഫുള്ളായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. കാരണം നമുക്ക് കേരളീയർക്ക് ഈ ഫുഡ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. നമ്മുടെ കൊള്ളിക്കിഴങ്ങ് പുഴുങ്ങി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഈ ഒരു ഡിഷിനില്ല കേട്ടോ. പക്ഷേ അവർക്ക് ഈ ഡിഷ് അവരുടെ ഫേവറേറ്റ് ഡിഷാണ്. പക്ഷെ നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ചെറിയൊരളവിൽ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞത്. അവർ കൂടുതലായിട്ടും ചിക്കൻ കറിയുടെ ഒക്കെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ കയ്യിൽ ചിക്കൻ കറിയൊന്നും ഉണ്ടായില്ല. ഞാൻ മീൻ കറി യൂസ് ചെയ്തിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അന്നിത് കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എങ്കിലും നമുക്കും മറ്റുള്ള രാജ്യങ്ങളിലത്തെ ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പരുവം. ഇതുപോലെ നല്ല സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചും കൂടി നേരം ഒന്നും കൂടി കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എങ്ങാനിത് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് നല്ല പാടായിരിക്കും. നല്ല തിക്കായിട്ടിരിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ആഫ്രിക്കക്കാരൊക്കെ ഇത് നല്ല ചൂടനെ തന്നെയാണ് കഴിക്കുക. നമുക്കങ്ങനെ ചൂടനൊന്നും കഴിക്കണ്ട അല്ലേ. എന്തായാലും ഇത് ആരും എടുത്തുകൊണ്ട് പോകാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ചൂടൊക്കെ അറിയതിന് ശേഷം പതിയെ കഴിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇത് കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഫുഫു ഉണ്ടാക്കുന്ന രീതി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഫുഫു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ